ഒളിച്ചോട്ട പരമ്പരകൾ അവസാനിക്കുന്നില്ല. ഇത് മറ്റൊരു ഒളിച്ചോട്ടത്തിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഒളിച്ചോടുന്നതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെച്ച് തരാം. അപ്പോൾ എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ക്രിയേറ്ററായ അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്നതാണ്. കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഭവം ശരിയാണ്. CCTV ഫൂട്ടേജ് വരെ പുറത്തു വന്നിട്ടുണ്ട്. രാത്രിയിൽ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. 1 കൊല്ലം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 3 കൊല്ലത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചവരാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നവരാണ്. രാത്രി ആയപ്പോൾ ഇവൾ ബാഗും ഒക്കെയായി വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവനാണെങ്കിൽ ഒരു ബസ്സിലെ കണ്ടക്ടർ. പോകുന്നതിൻ്റെ CCTV ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ വയ്ക്കാം. പോലീസുകാരാണ് വന്ന് ഈ CCTV ഫുട്ടേജ് എടുത്തത്. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ CCTV ക്യാമറ റോഡിലോട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് നിന്ന് കിട്ടിയ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. പോലീസുകാർ CCTV ചെക്ക് ചെയ്തപ്പോഴാണ് ഒളിച്ചോട്ടമാണെന്ന് മനസ്സിലായത്. അങ്ങനെ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവർ ഒത്തിരി വട്ടം ചോദിച്ചു അഖിലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അമ്മയും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവരും മാറി മാറി ചോദിച്ചിട്ടും അഖിലിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി അവൾ പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു കൊടുത്തു കാമുകൻ്റെ കൂടെ പോയാൽ ജീവിതം കോഞ്ഞാട്ടയാകും, അതുകൊണ്ട് അഖിലിൻ്റെ കൂടെ തന്നെ പോകാനെന്ന്. പക്ഷേ അവൾക്ക് അഖിലിനെ വേണ്ട, ആ ബസ് കണ്ടക്ടറിനെ മതിയെന്ന്, അയാളുടെ കൂടെ പോയാൽ മതിയെന്ന്. ഒന്ന് ആലോചിക്കണം, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് പോലുമല്ല. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഇഷ്ടമല്ലാത്ത ആളെ കെട്ടിച്ച് തന്നു എന്നെങ്കിലും പറയാം. അതുമല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഈ അഖിൽ. ഇപ്പോഴാണെങ്കിൽ ഒരു സിനിമ എടുത്ത് അത് പൊട്ടി ആകെ വിഷമിച്ചിരിക്കുന്ന സമയവുമാണ്. അതിൻ്റെ കൂടെ ഇതും. അവൻ എവിടെയൊക്കെ പോകാറുണ്ടോ അവിടെയെല്ലാം ഇവളെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഈ ഒളിച്ചോടുന്നതിൻ്റെ തലേന്ന് വരെ 10,000-8,000 രൂപയുടെ ഡ്രസ്സ് എടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. അതെല്ലാം അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലുണ്ട്. അതുപോലെ അവളുടെ ബർത്ത്ഡേക്ക് ഫോർച്യൂണർ മേടിച്ച് കൊടുത്തതും എല്ലാം ആ വീഡിയോയിലുണ്ട്. അങ്ങനെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ആഹാരം കഴിച്ച് കിടന്നവളാണ് ഈ പരിപാടി കാണിച്ചത്. പിന്നെ ഇവൾ പ്രേമിച്ച് ഇറങ്ങിപ്പോയ ബസ് കണ്ടക്ടറിൻ്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാണ്. 39 വയസ്സുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെറും 3 മാസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അവൾക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ വിട്ടു. ആ പഠിക്കാൻ പോയ ബസ്സിലെ കണ്ടക്ടറായിരുന്നു അവൻ. നാട്ടുകാർക്കൊക്കെ അവനെപ്പറ്റി നല്ല മതിപ്പാണ്. അതുകൊണ്ടാണല്ലോ പൂവാലൻ എന്ന ഇരട്ടപ്പേര് വീണത്. ഒരു കുടിലിലാണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നാണ് മനസ്സിലാവാത്തത്.
ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ഒരു മെച്യൂരിറ്റിയും ഇല്ലാത്ത പെണ്ണാണ് അവൾ എന്നാണ് പറയുന്നത്. പാതിരാത്രിയിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് ഒരു മെച്യൂരിറ്റി കുറവൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരുത്തൻ്റെ ജീവിതം തൊലച്ചിട്ട് ഒരു നാട് മൊത്തം നാറ്റിച്ച് നശിപ്പിച്ച് നാണം കെടുത്തി അവൻ്റെ കരിയർ തൊലയ്ക്കുന്ന രീതിയിലാണ് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈ വന്ന കാലത്ത് ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യം പറഞ്ഞാൽ ആണുങ്ങൾ പാവങ്ങളാണ്, കൂടുതലും ചതിക്കുന്നത് പെണ്ണുങ്ങളാണ്. ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ മാന്യമായി ഡിവോഴ്സ് നേടി ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്ന്. ആ ഒരു മര്യാദയെങ്കിലും അവരോട് കാണിക്കണമെന്ന്. അതൊന്നും ചെയ്യാതെ ഒളിച്ചോടാൻ അങ്ങ് മുട്ടി നിൽക്കുമായിരുന്നു. അവൻ്റെ ജീവിതം തൊലച്ചിട്ടാണ് അവൾ പോയത് എന്ന് പറയാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഈ ന്യൂസ് കണ്ട് കുറേ എണ്ണം അവനെ കുറ്റം പറഞ്ഞു വരുന്നുണ്ട്. അവൻ ഗേ ആണെന്നും പറഞ്ഞ്. അങ്ങനെ പറയുന്നവർ ഒന്ന് ആലോചിക്കണം. അവൻ 3 വർഷം അവളെ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അവൻ ഗേ ആയിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ 3 വർഷം പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുമോ? എന്താണ് അവരൊക്കെ ഈ പറയുന്നതിൻ്റെ ലോജിക്കെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ അവന് വേറെ പരസ്ത്രീ ബന്ധം ഉണ്ടെന്നാണ് അടിച്ചിറക്കുന്ന അടുത്ത കഥ. അവന് പരസ്ത്രീ ബന്ധം ഉണ്ടെങ്കിൽ അവൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതാണോ അതിന് പരിഹാരം? അപ്പോൾ അതൊന്നുമല്ല, അവൾ മുട്ടി നിൽക്കുമായിരുന്നു ഒരുത്തൻ്റെ കൂടെ പോകാൻ. അങ്ങനെ ഒരു അവിഹിതം അവന് ഉണ്ടെങ്കിൽ അവൾക്ക് പോലീസ് ചോദിച്ചപ്പോൾ പറയാമായിരുന്നല്ലോ. അപ്പോഴും അവളൊന്നും പറഞ്ഞില്ല. അഖിലിനെക്കുറിച്ച് അങ്ങനെ കുറേ ഫേക്ക് ന്യൂസുകളാണ് ഓരോരുത്തർ വ്യൂസിന് വേണ്ടി അടിച്ചിറക്കുന്നത്. അവൾ ഇതുവരെ ഒളിച്ചോടിയതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അവൾ എന്ത് ന്യായീകരണം പറഞ്ഞു വന്നാലും ഒരു ചെറുക്കൻ്റെ ജീവിതം നശിപ്പിച്ചവളെ ആര് കേൾക്കും? ഇനിയിപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കരുതുക. എങ്കിൽ തന്നെ ഇമാതിരി പരിപാടിയല്ലേ അവൾ കാണിച്ചത്? അത് കാണിക്കാൻ കൊള്ളാവുന്നതാണോ? വേലി ചാടിയ പശു കോലുകൊണ്ട് ചാകും എന്നൊരു ചൊല്ലുണ്ട്. ഇനി നോക്കിക്കോ, അവളെ ചാടിച്ചു കൊണ്ടുവന്നവൻ വേറെ ഒരുത്തിയും കൊണ്ട് പോകുമ്പോൾ അവൾ മനസ്സിലാക്കും വേദന എന്താണെന്ന്. അവസാനം ആരുമില്ലാതെ അഖിലിൻ്റെ അടുത്ത് നീ വരണം, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്. പക്ഷേ അവൻ ഇപ്പോൾ കരയുന്നതിൻ്റെ 7 അയലത്ത് വരില്ല അവളുടെ കരച്ചിൽ. ഒരനുഭവം കിട്ടുമ്പോൾ അവൾ പഠിക്കും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട് ഷഹലയുടെ. അവൾ വല്ലതും പഠിച്ചോ? എന്തെല്ലാം അനുഭവങ്ങൾ ലോകത്ത് ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെ കൂടെ പോയി എന്തെല്ലാം അനുഭവങ്ങൾ പറ്റി തിരിച്ചു വന്നിരിക്കുന്നു. ജീവിതം കോഞ്ഞാട്ടയായി. അതൊക്കെ കണ്ടാൽ പോലും ആരും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം അവൻ എങ്ങനെയാണ് അവളെ കൊണ്ടു നടന്നത് എന്ന്. പോകുന്നിടത്തെല്ലാം കൊണ്ടുപോവുകയും പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും കാണുന്നത് വെച്ച് അവൾ ഹാപ്പി ആയിരുന്നു ആ ജീവിതത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവൻ്റെ കൂടെ പോയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ലോകം അങ്ങനെയാണല്ലോ. സ്ത്രീകൾ ഇപ്പം സൗന്ദര്യം നോക്കിയോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാഹം കഴിച്ച സ്ത്രീകൾ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും അവൾ ഇനി വന്ന് എന്തു പറയുന്നു എന്ന് നോക്കാം. അഖിലിൻ്റെ കുറ്റങ്ങൾ വല്ലതും പറയുന്നുണ്ടോ, ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കാം. എന്തായാലും അവൾ ചെയ്ത ഈ പ്രവൃത്തി ഇച്ചിരി കൂടുതലായിപ്പോയി. മാന്യമായി പറയാമായിരുന്നു, പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ഒരു വിഷമത്തിലോട്ട് തള്ളിയിട്ടിട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ആരും കമൻറ്റ് ചെയ്യാറില്ല, ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി വേണം. അതുപോലെ
അതിൻ്റെ അടുത്തൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.